എല്ലാവരും വീഡിയോ കണ്ടിട്ട് അങ്ങ് പോകും, ആരും ലൈക്ക് ചെയ്യാറില്ല. അപ്പം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഡ്രങ്കൺ പാൻഡ. അപ്പോൾ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു അവർ ന്യൂ വീഡിയോ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് വന്നിട്ട് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസ് ആണ്. ഓക്കെ, ഇത് ഞാൻ ചെയ്യാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഈ എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസ്. ഒരുപാടുണ്ടായിരുന്നു. അപ്പം ന്യൂ ഇയർ അടുപ്പിച്ച് നമ്മൾ വീട്ടിൽ സേവന വരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. ലിപ്സ്റ്റിക്കൊക്കെ നമുക്കൊരു 6 മാസം കൂടുമ്പോൾ അത് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഞാനത് കളഞ്ഞിട്ട് ഇതിന് ശേഷം വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഏതൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക്ക്, ഞാൻ ആ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 149 രൂപയാണ്. നല്ല അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, പിഗ്മെന്റഡ്, ഹൈലി പിഗ്മെന്റഡ് ആണ്. അപ്പം ഞാനിത് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഞാൻ കയ്യിലൊന്നും സ്വാച്ച് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എനിക്ക് അലർജിയുടെ വിഷയമുള്ളത് കൊണ്ട് പറയാൻ പറ്റില്ല നമുക്ക്. സോ ഞാൻ ടിഷ്യൂ പേപ്പറിൽ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷെയ്ഡ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വന്നിട്ട് ഭയങ്കര അടിപൊളി ഒരു ഷെയ്ഡാണ്. നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു മിനി ലിപ്സ്റ്റിക് അല്ല, സോറി, ലിപ് ഗ്ലോസും ലിപ് ടിൻറ്റ് അതുപോലത്തെ ഒക്കെ സെറ്റപ്പാണ്. ഇത് 3 എണ്ണം ആയിരുന്നു. 3 എണ്ണം 99 രൂപയ്ക്ക് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ 3ഉം സിമിലർ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് കൊടുത്തു. സോ അപ്പോൾ ബാക്കി 2 എണ്ണം എൻ്റെ കയ്യിലുള്ളൂ. ഇതിൽ ഒന്ന് ലിപ് ഗ്ലോസ് ആണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എനിക്ക് ലിപ് ഗ്ലോസ് അത്ര ഇഷ്ടമല്ല. കാരണം ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ പറക്കുമ്പോഴത്തേക്ക് ഇതിൽ വന്ന് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകാറില്ല. എനിക്ക് അതുകൊണ്ട് ലിപ് ഗ്ലോസ് ഇഷ്ടമല്ല. ലിപ്സ്റ്റിക്കാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, അത് ഞാൻ കാണിച്ചു തരാം. വേറെ ഒരെണ്ണം ഉള്ളത്, അതിൻ്റെ ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡാണ്. ഞാൻ ഇത് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ്. പിന്നെ ലിപ് ഗ്ലോസ് അത് ഞാൻ കാണിക്കുന്നില്ല. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് നമ്മുടെ ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, കാരണം കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന സാധനമാണിത്. അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ വാങ്ങിയ സാധനമാണ്. പക്ഷേ കാശിന് കൊള്ളത്തില്ല, കാരണം ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മളിട്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ അത് പോകും. സോ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ ഉള്ള യൂസിന് മാത്രം ഞാൻ വച്ചേക്കുന്ന സാധനമാണിത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഷെയ്ഡാണ്. ഷെയ്ഡും ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നുള്ളൊരു വിഷയമാണുള്ളത്. ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്, നല്ല അടിപൊളി ഷെയ്ഡാണ്. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പം നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക്കും സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണ്. അതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഒരു കാലത്ത്, അല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നേ വരെ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷെയ്ഡാണിത്. എന്നും എവിടെ പോയാലും എനിക്ക് ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നമുക്ക് കാണാം. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത്. ഒരു എന്താ പറയാണ്, മെറൂൺ, വെൽവെറ്റ് മെറൂൺ എന്നൊക്കെ പറയും. മെറൂൺ അല്ല, സോറി, വൈൻ, വെൽവെറ്റ് വൈൻ ഷെയ്ഡ് എന്ന് പറയും. ഷെയ്ഡ് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഷെയ്ഡ് ഏതാണെന്ന്. ബെറി ബ്ലാസ്റ്റ് B02 ആണ് ഷെയ്ഡ് വരുന്നത്. ബെറി ബ്ലാസ്റ്റ് B02. കാണാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പം വേണ്ടവർ സ്റ്റുഡിയോയിൽ പോവാ വാങ്ങാൻ. നമുക്ക് നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക്കിലോട്ട് പോവാം. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. 499 എന്തോ സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം മാമ എർത്തിൻ്റെ
ഫെദർ ലൈറ്റ് ലിക്വിഡ് മേറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂട്ടി ആണ് കേട്ടോ, 03. ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇത് ഈ ലിപ്സ്റ്റിക്ക് പക്ഷേങ്കിൽ എനിക്കത് ഇട്ടിട്ട് ചില സമയങ്ങളിൽ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്ക് വാഷ് ഔട്ട് ആയി പോകുന്ന പോലെ തോന്നാറുണ്ട്. എങ്കിലും എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇടാറില്ലെങ്കിലും ഞാനിത് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക്കാണിത്. പക്ഷേങ്കിൽ ഇതിനകത്ത് സാധനം വളരെ കുറവാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്, ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ. കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ലൈറ്റ് വെയിറ്റ്, നമ്മളെ പേര് പോലെ ഫെദർ ലൈറ്റ്, പേര് പോലെ തന്നെ ഭയങ്കര ഫെദർ ലൈറ്റ് ആണ് ലിപ്സ്റ്റിക്ക്. കാരണം നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ലിപ്സ്റ്റിക്ക് ഇട്ട ഒരു ഫീൽ നമുക്ക് ഉണ്ടാവാറില്ല ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിലോട്ട് പോവാം. ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയി പൊക്കോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വൗ ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയാൻ വയ്യ. ഇതെനിക്ക് ഒരാൾ എനിക്ക് തന്നതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 299 രൂപയാണ്. പക്ഷേ ഞാൻ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് പുറത്ത് പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതല്ല. സംഭവം ഇതിന്റെ കാര്യം ഞാൻ മറന്നു. ഇപ്പോഴാണ് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ ലിപ്സ്റ്റിക് എല്ലാം കൂടെ എടുത്തപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ഉള്ളത് ഞാൻ ഓർത്തത്. അപ്പം ഇതും അത്യാവശ്യം നല്ല ഷെയ്ഡൊക്കെയാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചത്. ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലോങ് ലാസ്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് ഒരു ദിവസം ഞാൻ ഇട്ട് നോക്കിയതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ്, നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ കംഫി മാറ്റിന്റെ ഷെയ്ഡ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുപോലെ ബ്രിക്ക് റെഡ് പോലത്തെ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് കാണാം. അത് ഞാൻ ഈ ഫങ്ഷൻസിനൊക്കെ പോകാനായിട്ട് ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. കാരണം ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് കളറാണ്. എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ആ കളർ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആ കളർ ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. അപ്പൊ ഇതാണ് ആ ലിപ്സ്റ്റിക്ക്. ഡാസ്ലറിന്റെ എറ്റേണ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് LC130. അതാണ് ഇതിന്റെ ഷെയ്ഡ്, LC130. ഓക്കെ, ഇതാണ് ഒരു ഷെയ്ഡ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ പിഗ്മെന്റേഷൻ നമുക്ക് കാണാം. കണ്ടോ? ഒരു മെറൂൺ വൈൻ അങ്ങനത്തെ ഒരു കളർ, ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയുള്ള ഷെയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫെയർ ആയിട്ട് തോന്നിക്കും. അതാണ് ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത. സോ അപ്പൊ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഷെയ്ഡ് എല്ലാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ് എല്ലാം അത്യാവശ്യം എൻ്റെ ഇരുനിറം ഒക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം ഒരേപോലെ സ്യൂട്ട് ആവുന്ന ടൈപ്പുള്ള ലിപ്സ്റ്റിക്കാണ്. അതിൽ മാമ-എർത്തിന്റെ ആ ഒരു ന്യൂഡ് ടീ ആ ഒരു ഷെയ്ഡ് മാത്രം ചിലർക്ക്, എനിക്കും പൊതുവെ ചിലപ്പോഴൊക്കെ വാഷ് ഔട്ട് ആയി പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡും അടിപൊളിയാണ്. അപ്പം വേണ്ടവർ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അങ്ങ് പോകും, ആരും ലൈക്ക് ചെയ്യാറില്ല. അപ്പം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാച്ചാ.